സുധാകരനെ അമ്പലപ്പുഴയിൽ പിന്തുണയ്ക്കുന്ന നിലയിലേക്കാണ് കോൺഗ്രസിൽ കാര്യങ്ങൾ പോയിട്ടുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ നീക്കത്തെ? അഴിമതി വിരുദ്ധ നിലപാട് വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തുള്ള വ്യക്തിയാണ് സുധാകരൻ. നല്ല ഭരണാധികാരിയായിരുന്നു. നല്ല ഇമേജാണ് അദ്ദേഹത്തിന് ഉള്ളത്. അദ്ദേഹത്തെ UDF പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് വളരെ നല്ല സ്വാഗതാർഹമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്രാദേശിക നേതൃത്വത്തിൽ അവിടെ ചില എതിർപ്പുകൾ ഉണ്ടാവില്ല പാർട്ടിക്ക്? അല്ല, അതിപ്പോൾ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. കോൺഗ്രസിൽ എപ്പോഴും വ്യത്യസ്ത അഭിപ്രായമൊക്കെ എല്ലാം വരും. അതൊക്കെ സ്വാഭാവികമാണ്. അതൊക്കെ നേതൃത്വം പറഞ്ഞു തീർക്കും. ജി സുധാകരൻ വരുമ്പോ കെ സുധാകരനും കൂടി ഒരു വിഷയമാവുമല്ലേ? കെ സുധാകരന്റെയും കൂടി ഒരു വിഷയമാവുമല്ലേ? അല്ല, അദ്ദേഹം അതല്ല, അത് ഒരു വിഷയമാകത്തില്ല. കോൺഗ്രസ് MPമാരും കോൺഗ്രസ്സുകാര് നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നു, അംഗീകരിക്കും. അത് ഞാനിപ്പോ ഒരു വ്യക്തിയെ കുറിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ കോൺഗ്രസ് പാർട്ടി ആരാണ് സ്ഥാനാർത്ഥികളാകേണ്ടതെന്ന് എല്ലാ വശവും പരിശോധിച്ചിട്ട് തീരുമാനിക്കും. അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ സുധാകരനോട് തന്നെ ചോദ്യം, ജി സുധാകരനോട് തന്നെ ചോദ്യം. അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ളവരെ പാർട്ടി പിന്തുണയ്ക്കുമ്പോൾ പ്രാദേശിക നേതാക്കൾക്കിടയിൽ അല്ലല്ല, ഇങ്ങനെയുള്ളവരെന്നുള്ള ജി സുധാകരന് നല്ല രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത് നല്ല കമ്മ്യൂണിസ്റ്റാണ്. നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദർശവാദിയായ കമ്മ്യൂണിസ്റ്റ്. അതിനേക്കാൾ ഉപരിയായി ഈ കേരള രാഷ്ട്രീയത്തിൽ അഴിമതി ഇത്രയും കൂടിയിരിക്കുന്ന ഈ സമയത്ത് അഴിമതി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഓർക്കുന്നതിന് മുമ്പ് ഒരു യോഗത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തപ്പോഴും ഞാനിത് പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ നിലപാട് കേരളം അംഗീകരിച്ചതാണ്. ഇന്നത്തെ കേരളത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, അഴിമതി വിരുദ്ധ നിലപാട്. ഇന്നിപ്പം രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടാണ്: അഴിമതിയും വർഗീയതയും. ആരൊക്കെ അഴിമതിക്കും വർഗീയതയ്ക്കും എതിരെ നിൽക്കുന്നു അവരെയൊക്കെ UDF പിന്തുണയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെനിക്കറിയത്തില്ല, എന്ത് തീരുമാനമാണെന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാര്യം അഴിമതി വിരുദ്ധനായ ഒരാളെ, നല്ല രാഷ്ട്രീയ പാരമ്പര്യ ഇമേജുള്ള ഒരാളെ കോൺഗ്രസ് UDF പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തീർച്ചയായും മറ്റു മണ്ഡലങ്ങളിലും ലഭിക്കും. യാതൊരു സംശയവുമില്ല. ശരിയാട്ടെ, ഓക്കെ. അല്ല, അത് UDF പ്രഖ്യാപിക്കും. ചർച്ചകൾ നടക്കുന്നുണ്ട്, പ്രഖ്യാപിക്കും. പുറമേയുള്ള സ്ഥാനാർത്ഥികളെ, പുറമെ എന്ന് പറഞ്ഞാൽ പുറമെ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കുമല്ലോ, അല്ലെ UDF ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ അംഗീകരിക്കും. പുറമേ അകമേ ഒന്നും അതിനകത്തില്ലല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കെ സുധാകരന്റെ നീക്കങ്ങളാണ്. കെ സുധാകരനെ എങ്ങനെ മെരുക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്? അല്ല, കെ സുധാകരൻ കോൺഗ്രസിന്റെ വളരെ സീനിയർ നേതാവും പ്രഗത്ഭനായ നേതാവും വളരെ ജനപിന്തുണയുള്ള നേതാവുമാണ്. അദ്ദേഹം അടിയുറച്ച കോൺഗ്രസ്സുകാരനുമാണ്. അവസാനം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിപ്പോൾ അഭിപ്രായങ്ങളും ആരൊക്കെയാണ് പറയുന്നത്? എത്രയോ അഭിപ്രായങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അഭിപ്രായം പറയാൻ കോൺഗ്രസിന് എല്ലാവർക്കും അവകാശമുണ്ട്. സ്ഥാനാർത്ഥിത്വം ചോദിക്കാനും കോൺഗ്രസ് എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ പാർട്ടി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അതനുസരിക്കും. ശ്രീ കെ സുധാകരനും പാർട്ടിയുടെ കൂടെ നിൽക്കും. അത് അടിയുറച്ച കോൺഗ്രസ്സുകാരനാണ്. പാർട്ടികളെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, കോൺഗ്രസ് വൈകുന്നുണ്ട് എന്നൊരു തോന്നലുണ്ട്. ഒട്ടുമില്ല. ഇടതുപക്ഷ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2001 ഇടതുപക്ഷ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞ UDF പ്രഖ്യാപിച്ചത്. എന്നിട്ട് പോലെ അതുകൊണ്ട് എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എന്നല്ല, ആര് സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുപോലെ കാര്യം കൂടി, യൂത്ത് കോൺഗ്രസുമാർക്ക്, അതായത് പട്ടികയിൽ സാധാരണ കഴിഞ്ഞ തവണ 12 കൊടുത്തിരുന്നു, ഇപ്പൊ 3 പേരാണ് പട്ടികയിലുള്ളൂ. പാടെ യൂത്ത് കോൺഗ്രസിനെ വെട്ടിമാറ്റുന്ന ഒരു സമീപനമാണ് ചെറുപ്പക്കാര്. അതെന്താ? സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നതിന് മുമ്പേ സ്ഥാനത്ത് ഇങ്ങനെ തുടങ്ങി. സ്ഥാനാർത്ഥി ലിസ്റ്റ് വരട്ടെ, അതിനകത്ത് യൂത്ത് കോൺഗ്രസ്സുകാരും ഉണ്ടായിരിക്കും. എല്ലാവർക്കും പ്രാതിനിധ്യം ഉണ്ടായിരിക്കും. പേരിലെണ്ണാവുന്ന യൂത്ത് കോൺഗ്രസ് പോലും ഇല്ല. ഇല്ല, അത് ശരത് തന്നെയാണ്. ആര് പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും നേരത്തെ തീരുമാനിക്കട്ടെ, തീരുമാനം പുറത്തു വരട്ടെ. ക്ലാരിറ്റി ചോദിക്കുകയാണ്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കാം,
പക്ഷെ പാർട്ടി തീരുമാനത്തിനൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തീരുമാനം എംപിമാർ മത്സരിക്കേണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ അല്ല, പാർട്ടിയുടെ തീരുമാനം അത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചില്ലല്ലോ. പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഇപ്പൊ സുധാകരന് ചാൻസ് ഇല്ല. അത് ഹൈക്കമാൻഡ് പാർട്ടിയാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ചാൻസ് ഇല്ല, ചാൻസ് ഉണ്ടോ എന്ന് എന്നോട് സാറിന്റെ മനസ്സിൽ അല്ല, എന്റെ മനസ്സിലെ കാര്യമല്ല ഇപ്പൊ നിങ്ങളോട് പറയാൻ പറ്റും. എന്റെ മനസ്സിലെ കാര്യമല്ല പറയാൻ പറ്റത്തില്ല. സീനിയർ ഇല്ല, അത് ഞാൻ പാർട്ടിക്കകത്ത് പറയും, പാർട്ടിക്കകത്ത് പറയും. അല്ലാതെ മാധ്യമങ്ങളോട് പറയുന്നത് ശരിയല്ല. അത് പറയേണ്ട അവസരം വരെയാണ് പറയാം, ഇപ്പോൾ വേണ്ട. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. ഇപ്പൊ ചർച്ചകള് ഇലക്ഷൻ കമ്മിറ്റി കൂടി നേതാക്കന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. ശശി തരൂരിനോട് ചർച്ച ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിലേക്ക് അല്ല, അത് കൺസൾട്ട് ചെയ്യേണ്ടവരോടൊക്കെ കൺസൾട്ട് ചെയ്യും. അല്ല, അത്തരം കാര്യങ്ങളെക്കൊന്നും ഇപ്പോൾ എനിക്ക് കിടക്കേണ്ട കാര്യമില്ല. പാർട്ടി തീരുമാനിക്കുക, സ്ഥാനാർത്ഥിത്വം വരട്ടെ, അതിപ്പോൾ ഞാൻ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.